പുന്നമടയിൽ വള്ളംകളി ആവേശമാണ്. അതുകൊണ്ടാണ് നിങ്ങളോടും ആ ആവേശത്തിലിരിക്കാൻ പറഞ്ഞത്. വള്ളംകളി നമ്മുടെയൊക്കെ ഒരു വികാരമല്ലേന്ന്, നമ്മുടെ നാട്ടിലല്ലേ. അക്ഷയ ദാമോദരൻ തത്സമയം അവിടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അക്ഷയ, വളരെ ആവേശത്തോടുകൂടി അക്ഷയ ഇവിടുന്ന് പുറപ്പെട്ടത് എനിക്കറിയാം. ആ ആവേശം ഒട്ടും ചോരാതെ തന്നെ വള്ളംകളിയുടെ എല്ലാ വിശേഷങ്ങളും ഇപ്പോൾ തത്സമയം അവിടെ സംഭവിക്കുന്ന ആവേശത്തിന്റെ വാർത്തകൾ പങ്കുവയ്ക്കും അക്ഷയ. തീർച്ചയായും മോത്തി, വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത്. എനിക്ക് പുറകിൽ നമുക്ക് കാണാം പുന്നമട കായൽ ഇങ്ങനെ ശാന്ത സ്വരൂപിണിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇനിയിപ്പോൾ 27 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ഇതൊന്നും ആയിരിക്കില്ല. ഈ ശാന്തതയൊക്കെ അങ്ങ് മാറും. പിന്നീട് മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ ആവേശം അതത് ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ഒരു വികാരം, ഓളപ്പരപ്പിലെ ആവേശം, ജല ഒളിമ്പിക്സ് കാണാനുള്ള കാഴ്ചയിലേക്കുള്ള കാത്തിരിപ്പിലാണ് നമ്മളൊക്കെയും ഉള്ളത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ അപ്ഡേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വൈകാരികമാണ്. വന്നപ്പോ പൊളിയാണ്. ഇതെന്താ തുടങ്ങാത്തെന്നുള്ള ഒരു ഡൗട്ടാണ്. എല്ലാവരും നമ്മളെല്ലാം കാത്തിരിക്കുന്നത് തുടങ്ങാൻ വേണ്ടിയാ. എപ്പോ തുടങ്ങും? നാളെ രാവിലെ 11 മണിക്ക്. ഇപ്പോൾ ഇവിടെ ആൾക്കാരും ഇല്ല, പക്ഷെ നാളെ രാവിലെ 11 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് സൂചി താഴെ വീഴാത്ത രീതിയിലുള്ള ജനനിബിഡമായിരിക്കും. അങ്ങനെ നമ്മൾ ആർപ്പ് വിളിച്ച് വഞ്ചിപ്പാട്ട് പാടിയൊക്കെ തുടങ്ങുക. ആർപ്പ് അപ്പൊ ഇത് ഇപ്പൊ ഞാനും കണ്ണൻചാട്ടും മാത്രമാണ്. ഇതല്ല, ഒരുപാട് പേരുണ്ട്. നമ്മുടെ രഘുനാഥ് ഉണ്ട് ഇവിടെ. രഘുണ്ട് ഇവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ പോയി ഇതെന്താ മാറി നിൽക്കുന്നത്? ആലപ്പുഴക്കാരൻ അലമ്പാക്കുമ്പോ ഞാൻ ഇത്തിരി മാറിയിരിക്കാന്ന് വിചാരിച്ചു. അലമ്പൊന്നും ആവേശാണ് അല്ലേ? നിങ്ങൾ കുറെ ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ആവേശം എന്നേക്കാൾ കൂടുതലായിരിക്കില്ലേ? അല്ല, ഇത് പ്രത്യേകിച്ച് ആലപ്പുഴക്കാരെ അല്ലെങ്കിൽ ആലപ്പുഴക്കാർക്ക് ഇതൊരു ആവേശത്തിനൊപ്പം ഒരു വൈകാരികമായൊരു അതാണ് വള്ളംകളി എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ ചുണ്ടൻ വള്ളങ്ങൾ എന്നൊക്കെ പറയുന്ന കരക്കാര് സ്വന്തം പൈസ മുടക്കി ഒരു 10-60-70 ലക്ഷം രൂപ മുടക്കി പണിത് വർഷം ഒരു 10-25 ലക്ഷം രൂപയൊക്കെ ചെലവാക്കി അവരുടെ ഒരു വികാരവും അവരുടെ ഒരു രക്തത്തിലുള്ള നമ്മൾ ഇൻഹെറിറ്റഡ്. അല്ല, എന്റെ കരയിൽ വള്ളമില്ല. നമ്മുടെ നാട്ടിൽ എല്ലാ കരക്കാരും എന്റേതാണ്, എല്ലാ വള്ളങ്ങളും എന്റേതാണ്, എല്ലാ തൊഴിൽക്കാരും നമ്മുടേതാണ്. ആലപ്പുഴക്കാർക്ക് മുഴുവൻ ഇനി ഒരേ ആവേശം ഉണ്ടാവുക. അവിടെ കുറെ സുന്ദരികൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു രസം ഉണ്ടാവില്ല. ഇവര് പറയണം, ഇവര് പറയല്ല, പാടാൻ പോവാണ് അല്ലേ? വഞ്ചിപ്പാട്ട് പാടാൻ പോവാണ്. വഞ്ചിപ്പാട്ട് പാടുന്ന മക്കളെ പറ, ഏത് സ്കൂളിലാ? എൻ്റെ പേര് അനില. ഞാൻ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്രയിൽ വരുന്നതാണ്. ഞങ്ങള് വഞ്ചിപ്പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്. ചെറിയ കുട്ടികളൊന്നും അല്ല, ഇവർ ചെറിയ ആൾക്കാരൊന്നുമല്ല, വലിയ പുലികൾ തന്നെയാണ്. സ്റ്റേറ്റ് കലോത്സവം, അങ്ങനെ കലോത്സവത്തിലൊക്കെ ഒരുപാട് തവണ മാറ്റിവെച്ച അടിപൊളി പെൺകുട്ടികളാണ്, പെൺപുലികളുടെ. ഇവരുടെ വഞ്ചിപ്പാട്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാം, നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? ഒന്ന് ഉഷാറോട് പറ, റെഡിയല്ലേ? എന്നാ തുടങ്ങിക്കോ. നമസ്കാരം. ശ്രീരാമപുരത്തുകാരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികളാണ് കുട്ടനാടൻ ശൈലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ിതോ
തെയ്തെയ്തോം കംസനെ മഞ്ചത്തെ നുന്തി കദം വഴി ദൂരത്തിട്ടു കംസനെ മഞ്ചത്തെ നുന്തി കദം വഴി ദൂരത്തിട്ടു കംസനെ മഞ്ചത്തെ നുന്തി കദം വഴി ദൂരത്തിട്ടു തകതൈ തകതൈ തകതകതോ കർഗതി ദിത്തകതൈ തകതി കുതൈ ഹിംസിച്ചിട്ടു വൈര്യമേ തകതൈതോ ഹിംസിച്ചിട്ടും വൈര്യമോടുങ്ങാഞ്ഞിട്ടോടുക്കം ഹിംസിച്ചിട്ടും വൈര്യമോടുങ്ങാഞ്ഞിട്ടോടുക്കം ഹിംസിച്ചിട്ടും വൈര്യമോടുങ്ങാഞ്ഞിട്ടോടുക്കം തകതൈ തകതൈ തകതകതോ കർഗതി ദിത്തകതൈ തകതി കുതൈ സംസത്തിങ്കലിട്ടിഴച്ചു തകതൈതോ സംസത്തിങ്കലിട്ടിഴച്ചു സർവസാക്ഷി ആയിരിക്കും സംസത്തിങ്കലിട്ടിഴച്ചു സർവസാക്ഷി ആയിരിക്കും സംസത്തിങ്കലിട്ടിഴച്ചു സർവസാക്ഷി ആയിരിക്കും തകതൈ തകതൈ തകതകതോ കർഗതി ദിത്തകതൈ തകതി കുതൈ പുംസാം ഭക്തി ചെയ്താലില്ല തകതൈതോ പുംസാം ഭക്തി ചെയ്താലില്ല കൃപയ്ക്കു മാറ്റം പുംസാം ഭക്തി ചെയ്താലില്ല കൃപയ്ക്കു മാറ്റം പുംസാം ഭക്തി ചെയ്താലില്ല കൃപയ്ക്കു മാറ്റം തകതൈ തകതൈ തകതകതോ കർഗതി ദിത്തകതൈ തകതി കുതൈ മാതുലനെ കൊന്നവന്റെ തകതൈതോ മാതുലനെ കൊന്നവന്റെ താതനെ നാടുവാഴിച്ചു മാതുലനെ കൊന്നവന്റെ താതനെ നാടുവാഴിച്ചു മാതുലനെ കൊന്നവന്റെ താതനെ നാടുവാഴിച്ചു തകതൈ തകതൈ തകതകതോ കർഗതി ദിത്തകതൈ തകതി കുതൈ മാതാപിതാക്കന്മാരെയും തകതൈതോ മാതാപിതാക്കന്മാരെയും അഴിച്ചു വിട്ടു മാതാപിതാക്കന്മാരെയും അഴിച്ചു വിട്ടു മാതാപിതാക്കന്മാരെയും അഴിച്ചു വിട്ടു ഇത് നോക്കൂ, മഴ പൊടിച്ചു തുടങ്ങുന്നുണ്ട് അവിടെ അല്ലെ. മഴ പൊടിച്ചു തുടങ്ങുമ്പോഴും ഇവർ ഒരു തരത്തിലൊരു ശ്രദ്ധ മാറുന്നുമല്ല. മഴ പെയ്യുന്നൊക്കെ അറിയുന്നുണ്ടോ? മഴ പെയ്യുന്ന അറിഞ്ഞോ? പാടുമ്പോൾ മോളുടെ പേരെന്തായിരുന്നു? അനിലൊക്കെ പാടുമ്പോ ഇവിടെ കഴുത്തോ ഞരമ്പ് മൊത്തം കാണാം. നമുക്ക് ആ തകതയും ഒന്നുകൂടെ പാടില്ല. എല്ലാവരും അടുത്ത് വന്നേ, നമുക്ക് ഒന്നുകൂടി അത് പാടിയാലോ. നിങ്ങളുടെ ആ ഒരു ഇത് മാത്രമല്ലേ, ഒന്ന് പാടിക്കേ. തകതൈ തകതൈ തകതകതോം കർഗതിം ദിത്തകതൈ തകതി കുതൈ. ഒന്നുകൂടെ ഒരുമിച്ച് ഒരാവശ്യത്തിന് വരട്ടെ എല്ലാരും കൂടെ. അടുത്ത് വരും മക്കളെ, അടുത്ത് വന്ന് മാറി നിൽക്കുന്നതാ. ഇതിന്റെ ഇതിവൃത്തൊക്കെ അറിയോ നിങ്ങൾക്ക്? പാട്ട് അറിയോ? അത് ചുമ്മാ പാടിയതാണോ? എല്ലാരും അറിയാ. എന്താന്ന് പറഞ്ഞേ? ഇത് കുചേലവൃത്തം മഞ്ചിപ്പാട്ടാണ്, രാമുരത്ത് വാര്യരുടെ. അറിയാലേ? പ്ലസ് ടു അല്ലേ? പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ എല്ലാവരും ഈ വഞ്ചിപ്പാട്ട് കലോത്സവത്തിന് മത്സരത്തിനായി പാടും. ഇവര് പക്ഷെ ഉള്ളറിഞ്ഞ് പാടിയതാണോ? ആലപ്പുഴക്കാരല്ലേ? അതെ. എക്സൈറ്റഡ് ആണോ നാളെ കാണാൻ വേണ്ടി? ടീച്ചർ അവിടെ മാറി. ടീച്ചർ പറയണോ വരും ഇല്ലയോന്ന്? എന്തായാലും വരും അല്ലേ? മൊത്തം ടീം വരും. അപ്പൊ ഇവര് വരാൻ വേണ്ടി റെഡിയാണ്. ഇവര് എല്ലാ വർഷവും ഇങ്ങനെ മത്സരിക്കും കുട്ടികളാണ് അല്ലേ? ഇവർ ഉള്ളറിഞ്ഞ് പാടുന്നതാണ് അല്ലേ? നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുള്ള ആൾക്കാർ ഈ മഞ്ചിപ്പാട്ട് തുഴയ്ക്ക് പങ്കെടുക്കണ്ടോ? നാളെ മത്സരത്തിൽ പങ്കെടുക്കണ്ടോ? തുഴക്കാരാണോ? ഇല്ല, ആരും ഇല്ല. അപ്പൊ ഓക്കെ. എന്നിട്ട് വേറെ എന്തെങ്കിലും പാട്ട് പാടാണോ നിങ്ങൾക്ക്? ഒരു അടിപൊളി പാട്ട് നമുക്ക് വേണ്ടി. നല്ല നാടൻ പാട്ട് നമുക്ക് സ്റ്റെപ്പൊക്കെ വെച്ചങ്ങ് പൊളിക്കാം. ഇത് ഞങ്ങൾക്ക് പാടാൻ അറിയില്ല, അതുകൊണ്ടാണ്. പാടിക്കോ, പാടി തുടങ്ങിയാലും മതി. മോള് പാടിക്കോ, ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. മൈക്ക് പിടിച്ചില്ല, കേൾക്കില്ല. പിടിച്ചോളൂ. പഠിക്കോ. ഇത് ഞങ്ങൾ സബ് ജില്ലയിൽ പോയി ഫസ്റ്റ് ചെയ്തൊരു പാട്ടാണ്. തുടങ്ങാം.
ಕೈಪಗ 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 ಸ್ವಾಮಿ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ಕೈಪಗ 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 ಸ್ವಾಮಿ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ಉಂದುಲ ಸಿರುಪುಲ ಸುತ್ತಲಡಿ ಗೊಂಡತ್ತಲಲಿತ್ತೆ ಗೋಲು ಕೊಡಮ್ಮ ದಾರದಂಗೆ ದಂಡಿಕೋಲಮ್ಮ ದಂಡಿಕೋಲೋ ದಂಡಿಕೋಲಾಡುವ ದಾರದಂಗೆ ಊರುಲ ಸಿರುಪುಲ ಸುತ್ತಲಡಿ ಗೊಂಡತ್ತಲಲಿತ್ತೆ ಗೋಲು ಕೊಡಮ್ಮ ದಾರದಂಗೆ ದಂಡಿಕೋಲಮ್ಮ ದಂಡಿಕೋಲೋ ದಂಡಿಕೋಲಾಡುವ ದಾರದಂಗೆ ದಂಡಿಕೋಲಮ್ಮ ದಂಡಿಕೋಲೋ ದಂಡಿಕೋಲಾಡುವ ದಾರದಂಗೆ ದಂಡಿಕೋಲಮ್ಮ ದಂಡಿಕೋಲೋ ದಂಡಿಕೋಲಾಡುವ ದಾರದಂಗೆ തൂക്കുമാരയ്യാരിരോ തൂക്കുമലരംഗാത്മരയ്യാരിരോ ഏത് നാടിന്റെ പാട്ടായാലും ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മനസ്സിലായില്ലേ ത്തില്ലേ എല്ലാവരും ഇവര് മത്സരത്തിന് കൂടി ഇവരാ നിപ്പാണ് ഞാൻ വിളിച്ചു അടിപൊളി ആഘോഷിച്ചു ഡാൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു. എന്തായാലും ഇവരിങ്ങനെ പൊളിക്കുമല്ലേ നാളെ വീണ്ടും വരത്തില്ല നമ്മളോടെ വരും. അപ്പൊ ഒരു തകർക്കുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഒരു നമ്മൾ തുടങ്ങിയത് ഇങ്ങനെ തുടങ്ങുന്നുള്ളൂ. വഞ്ചിപ്പാട്ടിലൂടെ കുഞ്ഞു കുട്ടികളോട് തുടങ്ങിയെന്നുള്ളൂ അല്ലേ? നമ്മൾ കാണാൻ വലിയ പൂരം അല്ലേ? ആവശ്യം പോലെ കാര്യങ്ങളുണ്ട് കാണാൻ ഉള്ള എല്ലാം വള്ളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ രഘുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ ഇറങ്ങുമെന്നുള്ളതാണ്, വെള്ളത്തിലേക്ക് ചാടുമെന്നുള്ളതാണ്. പണ്ട് നെഹ്റു ചാടിയതുപോലെ അപ്പൊ നാളെ ചാടുമെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ 14 വർഷം റിപ്പോർട്ട് ചെയ്യുന്ന കണ്ണൻചേട്ടനുണ്ട്. ആലപ്പുഴക്കാരനായിട്ടുള്ള ഒരിക്കൽ മത്സരത്തിന് നേരിട്ട് ഇറങ്ങിയിട്ടുള്ള രഘുനാഥ് നാരായണനുണ്ട്. ഇനിയും വരാനുണ്ട് നമ്മുടെ പുലികൾ അല്ലെ? ഇനിയും നമ്മുടെ കൂടുതൽ ആളുകൾ മാസ്റ്ററായിട്ട് വരാനുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും ഒരുപാടായിട്ട് ഇവിടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് അനുഭവത്തിലുള്ള ആളുകളുടെ ഇതാദ്യമായിട്ട് കാണുന്ന ഞാനുണ്ട്. ഇതാദ്യം പൊളിക്കും തകർക്കും വൻ വൈബായിരിക്കും. വന്നപ്പോ തന്നെ പൊളി ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. പിന്നെ ഇത് ഈ പറയുമ്പോൾ എങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അതിമനോഹരിയാണല്ലോ ആലപ്പുഴ. എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് വെച്ചാലും ഫ്രെയിമാണ്. അതുകൊണ്ട് മോശം ഫ്രെയിമായെന്ന് പറയാനൊന്നുമില്ല അല്ലേ? അപ്പൊ നാളെ 11 മണിയോട് കൂടിയാണ്. ഇനിയിപ്പം 26 മണിക്കൂർ നമുക്കൊന്ന് 27 മണിക്കൂർ പെട്ടെന്ന് പോകും. കാര്യം ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ വഞ്ചിപ്പാട്ട്, ഇവിടെ ആർപ്പൂളി എല്ലാം പാട്ടൊക്കെ വെച്ചിട്ട് നിമിഷം നേരം കൊണ്ട് നമുക്ക് ഇവരെല്ലാരും കൂട്ടി ആർപ്പ വിളിച്ചാലോ? നിങ്ങൾ ആർപ്പ വിളിക്കോ? റെഡിയാണോ? കണ്ണൻചേട്ടാ വിളിച്ചാ